ബോണ്ടിങ്ങിൽ ചിരിക്കുക. ഏതൊരു കുട്ടികളെ പോലെ ഞാൻ 2 വർഷം മുമ്പ് അടിച്ചു പഠിച്ചു നടന്നു. ഒരു ദിവസം മറിയമ്മോളുടെ അപ്പയും അമ്മയും വലിയ ആലോചനയില. മറിയമ്മോളെ സ്കൂളിൽ പോണ്ടേ? ഞാൻ അയ്യോ, എനിക്ക് സ്കൂളിൽ പോകണ്ട. ഒരു ദിവസം മറിയമ്മോളുടെ അമ്മാമ്മ പതിയെ വന്ന് പറഞ്ഞു, മറിയമ്മോളെ സ്കൂളിൽ പോയാൽ ഒത്തിരി കൂട്ടുകാരെ കിട്ടും, എന്നും മിഠായി കിട്ടും, എന്നും പാർക്കിൽ പോവാം. ഈ മിഠായിലും പാർക്കിലും രാണിയുടെ പോലെ. അങ്ങനെ അവരെന്നെ സ്കൂളിൽ ചേർത്തു. ഞാൻ 6 വർഷം പഠിച്ചൊരു കോഴ്സ് ഉണ്ട്. അയ്യോ, ഇത് നാടൻ പാട്ടല്ല. ഞാനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? കൂടെ ചേർന്നോ? അങ്ങനെ ആ ദിവസം 3:30 അന്ന് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, ദേശീയഗാനം. ദേശസ്നേഹമൊന്നും അല്ല. ദേശീയഗാനം കഴിഞ്ഞ് എൻ്റെ അപ്പ വരും, വീട്ടിൽ പോവാം. വീട്ടിൽ ചെന്ന് അമ്മ ചോദിച്ചു, മറിയമ്മോളെ ടീച്ചറിൻ്റെ പേരെന്താണ്? ഗുഡ് മോർണിംഗ് ടീച്ചർ. വീട്ടിൽ കൂട്ടച്ചിരിയായി. എൻ്റെ വിചാരം എല്ലാ ടീച്ചർമാരുടെയും പേര് ഗുഡ് മോർണിംഗ് ടീച്ചർ. പിറ്റേ ദിവസം ഓറഞ്ച് പഠിച്ച് എന്നോട് ടീച്ചർ ചോദിക്കുവാണ്, വട്ടം വരച്ചിട്ട് പീഠം. എൻ്റെ പൊന്നമ്മമാരെ, ഈ അക്ഷരം കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ആലിസാൻ്റെ ബെല്ലടിച്ചു. ക്യാരറ്റ്, ടൊമാറ്റോ, വെജിറ്റബിൾസ് ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. മോളെ, വെജിറ്റബിൾസ് തിന്നാൻ അമ്മയുടെ അത്രയും മുഴുവനോ? നിങ്ങളെൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇരിക്കുന്നേ ഇന്ദിരാഗാന്ധി സ്റ്റൈലാണ് എൻ്റെ അപ്പ. അതൊക്കെ പോട്ടെ, ആഴ്ചയിൽ 3 ദിവസം പനി പിടിച്ച് കിടക്കുന്ന എൻ്റെ കൂട്ടുകാരിയോട് ടീച്ചർ പറയുവാണ്, ചോറുണ്ടാൽ ശക്തി കിട്ടും. ഇതെന്താ ഗുസ്തി മത്സരം? അങ്ങനെ ഊണ് കഴിഞ്ഞ് ഉറക്കമായി. ടീച്ചർ പറയുക, എല്ലാവരും കണ്ണടച്ചോ, കാവൽമാലാഖയെ കാണാം. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഈ സ്കൂളിൽ 2 വർഷമായി കാവൽമാലാഖയെ കാത്തിരിക്കുന്നു. ഇങ്ങനെ പിള്ളേരെ പറഞ്ഞു പറ്റിക്കല്ലേ. അങ്ങനെ എല്ലാ അക്ഷരവും വിളിച്ച് ഞാൻ മേടിക്കുകയായി. പക്ഷെ ഒരക്ഷരമുണ്ട്, ഇങ്ങനെ കപ്പലണ്ടി പോലെ കേൾക്കും. ഏതോ ഋഷി, ഋഷഭം. ഒരു വാക്ക് പോലും ഇല്ലെന്ന്